ആ, ഇതാണ് മണിയമ്പിള്ളയുടെ മുറി. എന്താ, ഇഷ്ടപ്പെട്ടോ? ആ, ഈ സാധനങ്ങളൊക്കെ അവിടെ വെച്ചാല്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ശരിയാക്കി വെക്കാം. ആട്ടെ, മണിയമ്പിള്ള വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഉണ്ടതാ. വൈകിട്ടോ? വൈകിട്ടൊന്നും കഴിച്ചില്ല. ബോട്ട് നിർത്തിയെടുത്ത് വെച്ച് ഞാൻ ഒരു ചായ വേണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇവിടുത്തെ ചായയൊക്കെ ചീത്തയാണ്. ശരി, വാ. ഒറ്റയ്ക്കാ ഉള്ള ഇവിടെ? ആര്? റഹീമിന്റെ അച്ഛൻ. റഹീമിന്റെ അച്ഛനോ? അത് കൊള്ളാം. റഹീമിന്റെ മകനൊന്നും അല്ല, ഇവിടുത്തെ ഡ്രൈവറാ. ആ, പിന്നെ മണിയമ്പിള്ള എന്നെ സാറെന്ന് വിളിച്ചാൽ മതി, അതല്ലേ സൗകര്യം. ആ, പിന്നെ എനിക്ക് ഒരു മകളെ ഉള്ളൂ. അവളും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയിരിക്കുക. അവരിപ്പോ ഈ വരും. റിസർവ് ചെയ്ത ബുക്ക് വന്നില്ല സർ, അതുകൊണ്ട് സാർ പറഞ്ഞ ബുക്കിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങി. ആ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ, റഹീം, മണിയമ്പിള്ള പുറത്ത് കൂട്ടിക്കൊണ്ട് പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്ക. ഇവിടെ നമ്മുടെ ശ്രീമതി ഞാൻ മധുരമുള്ള എന്തെങ്കിലും കഴിച്ചേക്കുമോ എന്ന് പേടിച്ച് എല്ലാം പൂട്ടി വെച്ചിട്ട് പോയിരിക്കുക. പൊക്കോ. ശരി, വാ. ആ, മണിയമ്പിള്ള, എന്ത് ആഹാര സാധനം ആവശ്യമുണ്ടോ അത് ചോദിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. പൊക്കോ. ഇവിടെ കൊട്ടകയുണ്ടോ? കൊട്ടകയോ? ആ, സിനിമ കൊട്ടക. ഓ, തിയേറ്റർ ധാരാളം ഉണ്ടല്ലോ. ഇതാ കാണുന്നതേ ഒരു തിയേറ്ററാ. ഞാൻ ഒത്തിരി പടം കാണുന്ന കൂട്ടത്തില. നാട്ടിലാണെ ബാക്കരണ്ണ എന്നെ ചുമ്മാ കൊട്ടയെ കയറ്റും. ആരായി പാക്കരണ്ണൻ? കൊട്ടയെ പണിയുള്ള ആളാ. ബാക്കരണ്ണൻ ടിക്കറ്റ് കീറി കൊടുത്താലേ പടം കളിക്കത്തുള്ളൂ. സിനിമ കാണത്തില്ലയോ? വല്ലപ്പോഴും. എന്താ പേരെന്ന് പറഞ്ഞ്? മണികണ്ഠപിള്ള. ഇതെങ്ങനെയാ ഓടിക്കുന്നേ? അതിലൊത്തിരി പഠിക്കാനുണ്ട്. എന്നെ അത് പഠിപ്പിക്കാവോ? പിന്നെന്താ, ഏതായാലും മണിയമ്പിള്ള വന്നല്ലേ ഉള്ളൂ. വരട്ടെ. എന്താ റഹീം ചിരിക്കുന്നത്? ഒന്നുമില്ല സാർ. അതല്ല, എന്തോ കാര്യമുണ്ട്. അല്ല, ഞാൻ നമ്മുടെ പുതിയ അസിസ്റ്റന്റിനെ പറ്റി ആലോചിക്കായിരുന്നു. ഓ, മണിയമ്പിള്ള പാവം. എന്നിട്ട് അവൻ എവിടെ? ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല. എന്നിട്ട് പിന്നെ എവിടെ പോയി? ഞാൻ കാറിൽ ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടയിൽ പോയിട്ട് വരുവാ. ഒന്ന് നോക്കൂ. ഇറങ്ങി വാ. ഇതെന്താ തുറന്നു വരാതെ പോയേ? വേണ്ട. ഹലോ ഡാഡി. എന്താ പറഞ്ഞ ഇത്രയും വൈകിയത്? ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. അവിടെ നിന്ന് ഒന്ന് ഇറങ്ങാൻ കഴിയണ്ടേ? ഇപ്പൊ തന്നെ ഇറങ്ങിയത് എത്ര ബുദ്ധിമുട്ടിയാണെന്നോ. ഇത്തവണ ഞാൻ അങ്കിളിനെ പറ്റിച്ചു ഡാഡി. എങ്ങനെ? കുറെ നാളായി പറയുന്നു എനിക്ക് ചെടികൾ തരണമെന്ന്. അന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എന്നെ തരാമെന്ന്. അങ്കിള് വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ചെല്ലില്ല എന്ന്. ലുക്ക് ഡാഡി, 3 varieties of rose. 3 varieties? Oh, that's good. ഓ, പിന്നെ അതിനെ പറ്റിയായി വർത്തമാനം. അമ്മയും മകളും കൂടി ചെടിക്ക് വന്നതാണത്രേ. ഓ, ആ ജയദേവന്റെ ഒരു നാക്ക്. ആ, പറയൂ ബിന്ദു, അച്ഛൻ ചെല്ലാത്തതിൽ അവരെത്ര പരിഭവിച്ചെന്ന്. ആ, അങ്കിൾ ഞങ്ങളെ കുറ്റം പറഞ്ഞത്. ഇനി നേരിട്ട് കാണുമ്പോഴേ ബാക്കി പറയാനിരിക്കുക. ആര്? ജയദേവനല്ലേ? അയാൾ അതും പറയും, അതിലപ്പുറവും പറയും. വെറുതെ ക്ലബിൽ പോയിരുന്ന് നിന്റെ മമ്മിയെ പോലെ വളരെ കഷ്ടപ്പെട്ട് പരദൂഷണം പറയുന്ന സമയമുണ്ടെങ്കിലേ എനിക്ക് ഇവിടുന്ന് ഒരു പുസ്തകം വായിച്ചു തീർത്തുകൂടെ മോളെ? പുതിയ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ആര് പറഞ്ഞു? തിരിച്ചു വരുമ്പോൾ റഹീം പറഞ്ഞു. എവിടെ ഡാഡി ആള്? ആ, മുറിയിലുണ്ട്. 1 second. ആ, അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഡോക്ടർ കോശി മുതലാളിയെ കണ്ടു. കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിന് ചെല്ലാത്തതിന് ഒരു ഡോസും തന്നു. മമ്മി മമ്മി, ഒരു രസം കാണണോ? 1 എനിക്ക് വാ.
സാധനത്തിന്? അവനിങ്ങോട്ട് വന്നു കയറിയില്ല, അതിനുമ്പ് തുടങ്ങിക്കണം. ദേ, നിന്റെ ഈ സ്വഭാവം മാറ്റണം. ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, ഉടനെ അങ്ങ് പറഞ്ഞേക്കുക. അടുത്ത 6 മാസത്തേക്ക് ഇനി അതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു പോരുത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ബുദ്ധിക്ക് അല്പം മന്ദതയുണ്ട് എന്ന് വിചാരിച്ച് ഭ്രാന്തനൊന്നുമല്ല. പറയുന്നത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരു കഴിവുണ്ട്. നീ വാ, നമുക്കെല്ലാം കഴിക്കാം. എഴുന്നേറ്റ്. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. മമ്മി, ചീഫ് ഗസ്റ്റ് എന്ത് ചെയ്യാ? എന്താ നീ പറയുന്നത്? മമ്മിക്ക് മനസ്സിലായില്ലേ? ഇന്നലെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത ചീഫ് ഗസ്റ്റ്. ഓ, ചീഫ് ഗസ്റ്റ് പള്ളി ഉറക്കാൻ തീർന്ന മട്ടില്ല. മൈ ഗോഡ്, ഇത്ര നേരമായിട്ടോ? മണി 8 ആയല്ലോ. അതിനെന്താ, അദ്ദേഹത്തിന് ഉണരാനുള്ള സമയമായി കാണത്തില്ല. സാർ എന്തി? സാർ ഉറങ്ങുക. എനിക്ക് സാറിനെ ഒന്ന് കാണണം. എന്താ കാര്യം? സാറിനോടൊരു കാര്യം ചോദിക്കാന്. ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. സാധാരണ ഞാൻ എവിടെ പോയാലും ഇച്ചിരി കൊണ്ടുപോകാറുണ്ട്. എന്താ കാര്യം എന്ന് പറ. ഇച്ചിരി ഉമിക്കരി. വീട്ടിലാണെ ഉപ്പും കുരുവെള്ളവും ചേർത്ത നല്ല ഉമിക്കരിയുണ്ട്. അതിന് സാറ് തന്നെ വേണോ? ഞങ്ങൾ ആരെങ്കിലും തന്ന മതിയാവില്ലേ? ബിന്ദു, കുറച്ച് പേസ്റ്റ് കൊടുക്കൂ. കമാ. റഹീം രാവിലെ വിസ്തരിച്ചുള്ള കുളിയാണെന്ന് തോന്നുന്നു. ഓ, അങ്ങനൊന്നുമില്ല. സാറ് ഉണർന്നില്ലേ? എങ്ങനെ ഉണരാനാ? സമയത്ത് കിടന്നെങ്കിലല്ലേ കാലത്ത് എഴുന്നേൽക്കാൻ പറ്റൂ. ഇന്നലെ 3 മണിക്കാ കിടന്നത്. കൊച്ചു കുട്ടികളാണെങ്കിൽ തല്ലി അനുസരിപ്പിക്കാമായിരുന്നു. റഹീമായി ഇതിനൊക്കെ കാരണക്കാരൻ. അയ്യോ, ഞാനെന്ത് ചെയ്തു? ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് മാറിക്കൊണ്ട് കൊടുത്തില്ലേ? അത് പിന്നെ അത് തന്നെ കാര്യം. ഇന്നലെ മുഴുവൻ അതുമായിട്ടിരുന്നു. റഹീം ഇതെങ്ങനെയാ ബോഡി ഇത്ര ട്രിമ്മായി സൂക്ഷിക്കുന്നത്? ഞാനത്ര ട്രിമ്മൊന്നും അല്ലല്ലോ. ഈ തടി പാകമാ. പക്ഷേ ഇതെന്നും കീപ്പപ്പ് ചെയ്യണമെന്ന് മാത്രം. ഇവിടെ ഇന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മി യെസ് കമ്മിങ്. എന്താണ് നോക്കി നിൽക്കുന്നത്? വെള്ളം പോകുന്ന കണ്ടില്ലേ? വെള്ളം നിൽക്കുന്നില്ല. യു സില്ലി ഫൂൾ. താങ്ക് യു. എന്താണ് പറഞ്ഞത്? പിന്നെ കാലത്ത് എന്തൊക്കെ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആര്? മണിയും പിള്ളയോ? മണിയം പിള്ളയോ മണി കെട്ടാത്ത പിള്ളയോ. ഇനിയും ഒരു അസിസ്റ്റന്റ് കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. എന്തിന്? അവനെ പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും. എനിക്കിതിനൊന്നും നേരമില്ലപ്പ. ഒന്ന് മറുത്തു പറഞ്ഞോടെന്നാണല്ലോ ഓർഡർ. അവരോര് തന്നെ അവനെ നോക്കിക്കോണം. ഓ, നീ ഒന്ന് വെറുതെ ഇരിക്കണ്ടേ പത്മം. എല്ലാം നേരെയാകും. അവനിങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. അന്നും ഇങ്ങനെ